മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഞാൻ പുഴയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു വലയിട്ട് മീനൊക്കെ പിടിക്കാന്നുള്ള പ്ലാനില്ലേ. അപ്പൊ ഈ കൂവി നിലവിളിക്കുന്നത് എന്താണെന്നല്ലേ, നമ്മൾ വലയിട്ട് കഴിഞ്ഞതും നീർനായ്ക്കൾ അങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. അത് ഒന്നോ രണ്ടോന്നല്ല കേട്ടോ, കൂട്ടത്തോടെയാണ് വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മുടെ വലയിലുള്ള കംപ്ലീറ്റ് മീനുകളെ ഇവന്മാർ തൂക്കും. നമുക്ക് മുൻപ് 2 പ്രാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാരെ എറിഞ്ഞു പൊട്ടിക്കണം കേട്ടോ പരിപാടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ശല്യം നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ കുറച്ചധികം കൂടിയിട്ടുണ്ട്. ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ മഴയൊക്കെ തീർന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഈ തണുത്ത കാറ്റും നമ്മുടെ പുഴയും മീനും അങ്ങനെ എല്ലാം കൂടി നല്ല രസമാട്ടോ. അപ്പൊ ഒന്ന് ഇരുട്ടാവുന്നവരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കറിക്കുള്ള മീനൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതുപോലെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഈ കാറ്റും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഇരിക്കുന്ന സംഗതി ഉഷാറായിരിക്കും കേട്ടോ. തണുത്ത വർഷത്തെ വീട്ടിൽ പോണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന അത്രയും നേരം അടിപൊളിയായിരിക്കും. അപ്പൊ ഇരുട്ടാവും തോറും മീൻ കിട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ കണ്ടോ വീണ്ടും വന്നു അവന്മാരുടെ ശല്യം ഒട്ടും സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് അങ്ങ് പെരുകിയിട്ടുണ്ട്. അതേപോലെ ഷെക്കറും നീർനായും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ പൊടിക്കണ്ണി ഇട്ടിരിക്കുന്ന അതിൽ അത്യാവശ്യം ചെറിയ പരലും മെഴുക്കിക്കാണ് പെടുക. അപ്പൊ അതിനെ പോലും ഇവന്മാർ വെറുതെ വിടില്ല, തൂക്കിയെടുത്തിട്ട്. ശരിക്കും ഇരുട്ടാകുമ്പോഴാണ് മീൻ ഒരുപാട് പെടുക. പിന്നെ ഇരുട്ടത്ത് ഇവന്മാർ വന്നാൽ പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ വലയെടുത്ത് നേരെ പോകുക കേട്ടോ. അപ്പൊ ഒരു പുളിക്കുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പരലും മെഴുകിക്കൊണ്ട് തന്നെ നേരാക്കാനും കുറച്ച് പണിയാണ്. അപ്പൊ ഇത്രയൊക്കെ ഈ കൊച്ചി വീഡിയോ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് താഴെ നിന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇതിൽ നല്ല കിടിലൻ വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീൻ നിങ്ങളുടെ സ്വന്തം തേങ്ങാക്കുല.